ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിന് ഓവണോ ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ അങ്ങനത്തെ ഒരു സംഭവവും വേണ്ട, മെഷറിംഗ് കപ്പും വേണ്ട കേട്ടോ. നമ്മൾ ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ ചായ ഗ്ലാസ് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പഞ്ചസാരയും 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരേൻ്റെ മിക്സും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയൊരു ചൂടുള്ള പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് 2 സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വിസ്കോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണേ. കട്ടകളൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകളാട്ടോ. സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തടവുക. എന്നിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ മാവ് ആ ഒരു പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, 3/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലോണം തട്ടിയിട്ട് അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഇനി നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറാണേ. കുക്കർ ഒരു 5-10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് ഗ്യാസുമ്മേൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ മാവ് അതിലേക്ക് ഇറക്കി വെക്കാൻ. എന്നിട്ട് ഒരു 20-25 മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സൂപ്പർ സോഫ്റ്റ് കേക്ക് റെഡിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചായക്ക് കടിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണേ.